Hello everyone. ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് സെമസ്റ്റർ ബികോം ഡിഗ്രി നവംബർ എക്സാമിനേഷൻ 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2021 ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണുക. 2 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും പ്ലസ് നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ എക്സാം കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ പറയാനുള്ളത്, പരീക്ഷയ്ക്ക് ഓൾറെഡി എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ആദ്യം ഒന്ന് നോക്കിയിരിക്കണം. അതിനുശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ്. പിന്നെ പരീക്ഷ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ എക്സാമാണ്. നമ്മുടെ ബാർ കോഡിംഗ് സിസ്റ്റത്തിലുള്ള ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് തന്നെ ബാർ കോഡിംഗ് സാധാ എക്സാം പോലെ തന്നെയാണ്. പക്ഷേ ബാർ കോഡ് എൻ്റർ ചെയ്യുന്നതും ബാർകോഡ് പേസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുക. പിന്നെ സീലിംഗ് പാറ്റേൺ ആണ്. ഡിഗ്രി എക്സാമുകളൊക്കെ ആദ്യത്തെ 15 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ആദ്യത്തെ സെക്ഷനിൽ 15 ക്വസ്റ്റ്യൻ ഉണ്ട്. 2 മാർക്ക് വീതമാണ്. പക്ഷെ അതിന് മാക്സിമം സീലിംഗ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ 13 ക്വസ്റ്റ്യൻ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 25 മാർക്ക് കിട്ടും. പക്ഷേ 15 ക്വസ്റ്റ്യനും നിങ്ങൾ ആൻസർ ചെയ്യണം. സീലിംഗ് പാറ്റേൺ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതിയാൽ മാർക്ക് കുറഞ്ഞു പോകുകയാണെങ്കിൽ ആ മാർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യത്തെ സെക്ഷൻ 15 ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യുക. അതേപോലെ രണ്ടാമത്തെ സെക്ഷനും സീലിംഗ് പാറ്റേൺ ആണ്. അത് 5 മാർക്കാണ് ഒരു ക്വസ്റ്റ്യന്. സോ അതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ ആൻസർ ചെയ്യുക. എസ്സേക്ക് സീലിംഗ് ഇല്ല. അതുകൊണ്ട് 4 എസ്സേ തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, അതിൽ നിങ്ങൾക്ക് അറിയാവുന്ന 2 എസ്സേ, ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന 2 എസ്സേ എഴുതാം. വേറൊരു കാര്യം പറയാനുള്ളത്, അത് ആൻസർ ഷീറ്റിൽ നമ്മുടെ പ്രസന്റേഷൻ ആണ് നമുക്ക് എത്രത്തോളം അറിയാം എന്ന് കാണിക്കുന്ന ഒരു ഏക മാർഗം എന്ന് പറയുന്നത് നമ്മുടെ പ്രസന്റേഷൻ ആണ്. നമ്മൾ എക്സാമിന് എങ്ങനെ എഴുതുന്നു എന്നുള്ളത്. അപ്പൊ നല്ല രീതിയിൽ എഴുതാൻ നോക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ ഫസ്റ്റ് ആദ്യത്തെ ഒരു സെക്ഷൻ നന്നായിട്ട് ശ്രമിക്കുക. അറിയുന്ന ക്വസ്റ്റ്യൻസ് നമ്പർ ഇട്ടിട്ട് കൃത്യമായിട്ട് നമ്പർ ഇടുക. ലാസ്റ്റിക്ക് നമ്പർ ഇടാനൊന്നും വെക്കരുത്. എപ്പോഴാണോ നിങ്ങൾ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതുന്നത് അപ്പൊ തന്നെ നമ്പർ ഇടുക. മാർജിൻ മടക്കിയിട്ട് ആ മാർജിനിലായിരിക്കണം മെയിൻ നമ്പേഴ്സ് ഇടേണ്ടത്. അതിന്റെ സബ് പോയിന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരിക്കലും മെയിൻ മാർജിനിൽ കൊണ്ടുപോയിട്ട് സബ് പോയിന്റ്സ് ഇടരുത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എക്സാമിന് നന്നായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് എക്സാംസ് എല്ലാവരും എഴുതുക കേട്ടോ. സോ നമുക്ക് 2022 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാം. വാട്ട് ഇസ് മെന്റ് ബൈ ഇൻഡിഫറൻസ് കർവ്? ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 ഗുഡ്സ്, വിവിധ ക്വാണ്ടിറ്റീസിൽ നമ്മൾ 2 ഗുഡ്സ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കോമ്പിനേഷൻ അത് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിൽ അതിന്റെ ഡിഫറെന്റ് കോമ്പിനേഷൻ ആണ് എന്ത് പറയുന്നത്, ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് മാനേജീരിയൽ എക്കണോമിക്സ് എന്ന ഡെഫിനിഷൻ ചോദിച്ചിട്ടുണ്ട്. സ്പെൻസർ ആൻഡ് സ്പീക്കൽമാന്റെ ഡെഫിനിഷൻ ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇന്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ് ഫോർ ദി പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ് ബൈ മാനേജ്മെന്റ്. ദെൻ വാട്ട് ഇസ് FDI? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ കാറ്റഗറി ഓഫ് പോസ്റ്റ് പ്രോഡക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് in which an investor resident in one country establishes lasting interest and significant degree of influence over an enterprise resident in another country. മറ്റൊരു രാഷ്ട്രത്തിൽ പോയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അടുത്തത് ക്രോസ് ഡിമാൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. ക്രോസ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് ഓഫ് വൺ കമ്മോഡിറ്റി ഈസ് റിലേറ്റഡ് വിത്ത് ദ പ്രൈസ് ഓഫ് അതർ കമ്മോഡിറ്റി. ഒരു കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് മറ്റൊരു കമ്മോഡിറ്റിയുടെ പ്രൈസ് കൊണ്ട് അഫക്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഇത് പറയുന്നത് ക്രോസ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഗുഡ്സ് ഒന്നല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആയിരിക്കും, അല്ലെങ്കിൽ കോംപ്ലിമെന്ററി ഗുഡ്സ് ആയിരിക്കും. ദെൻ വാട്ട് ഈസ് അണ്ടർ എംപ്ലോയ്മെന്റ്? അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ ഇൻ വിച്ച് വർക്കേഴ്സ് ആർ എംപ്ലോയ്ഡ് ഇൻ ലെസ് ദാൻ ഫുൾ ടൈം ഓർ റെഗുലർ ജോബ്സ്. അതായത് ഉള്ള ജോബിൽ എത്രയാണോ സമയം അതിനേക്കാൾ കുറഞ്ഞ സമയം പണിയെടുത്തുകൊണ്ട് അവർ ജോലി ചെയ്യുന്നതാണ് എന്ത് പറയുന്നത് അണ്ടർ എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന. ആവശ്യത്തിന് ജോലി സമയം ഉണ്ട്, പക്ഷെ അതിന് ചെയ്യാനുള്ള ജോലി ഇല്ലാത്ത അവസ്ഥ. അടുത്തത് വാട്ട് ഈസ് കൺസ്യൂമർ സർപ്ലസ്? കൺസ്യൂമർ സർപ്ലസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
കൺസ്യൂമർ സർപ്ലസിനെ ബയർ സർപ്ലസ് എന്ന് പറയും. എക്കണോമിക് മെഷർ ഓഫ് കസ്റ്റമേഴ്സ് എക്സസ് ബെനിഫിറ്റ്. സോറി, കസ്റ്റമേഴ്സിന്റെ അവർക്ക് കൂടുതലായിട്ട് കിട്ടുന്ന എക്സസ് ബെനിഫിറ്റിനെയാണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ സർപ്ലസ് അല്ലെങ്കിൽ ബയർ സർപ്ലസ് എന്ന് പറയുന്നത്. അത് കൺസ്യൂമേഴ്സ് വില്ലിംഗ്നെസ് ടു പേ ഫോർ എ പ്രൊഡക്റ്റ്. കൺസ്യൂമേഴ്സ് എത്രയാണോ ഒരു പ്രൊഡക്ട്സിന് വേണ്ടി പേ ചെയ്യുന്നതും അതിന്റെ ആക്ച്വൽ പ്രൈസ് അത് തമ്മിലുള്ള ഓൾസോ നോൺ ആസ് ദ ഇക്വിലിബ്രിയം പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത് പറയുന്നത്, കൺസ്യൂമർ സർപ്ലസ് എന്ന് പറയുന്നത്. ദെൻ വാട്ട് ഈസ് മാർജിനൽ യൂട്ടിലിറ്റി? എന്താ മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ അഡീഷണൽ യൂട്ടിലിറ്റി ഓൺ അക്കൗണ്ട് ഓഫ് ദി കൺസംഷൻ ഓഫ് അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി. നമ്മൾ എക്സ്ട്രാ ഓരോ അഡീഷണൽ യൂണിറ്റ് ഓഫ് കമ്മോഡിറ്റി കൺസ്യൂം ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ ആണ് എന്ത് പറയുന്നത്, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. Then what is meant by price discrimination? Price discrimination എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിൽ നിന്ന് ഒരേ പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ സർവീസസിന് സെയിം പ്രൈസ് അല്ലാതെ ഡിഫറെൻറ്റ് പ്രൈസസ് ചാർജ് ചെയ്യുന്ന രീതിയാണ് എന്ത് പറയുന്നത്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. വാട്ട് യു മെൻ ബൈ ഡിമാൻഡ് തിയറി? ഡിമാൻഡ് തിയറി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബിഹേവിയർ ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിന്റെ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നതാണ് ഡിമാൻഡ് തിയറി എന്ന് പറയുന്നത്. എക്കണോമിക് പ്രിൻസിപ്പിളാണ്. അതായത് കൺസ്യൂമേഴ്സിന്റെ ഡിമാൻഡ് ഗുഡ്സ് ആൻഡ് സർവീസസിനുള്ളതും അതിന്റെ പ്രൈസ് മാർക്കറ്റിൽ എത്രയുണ്ട് എന്നതിനെ കുറിച്ച് അത് തമ്മിലുള്ള റിലേഷനെ കുറിച്ച് പഠിക്കുന്നതാണ് ഡിമാൻഡ് തിയറി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഡ്യൂഓപ്പൊളി? ഡ്യൂഓപ്പൊളി എന്ന് പറഞ്ഞാൽ അവിടെ ടു സെല്ലേഴ്സ് ഓർ there are only two sellers and large number of buyers. രണ്ട് സെല്ലേഴ്സും ഉണ്ടാവും, കുറേ ബയേഴ്സും ഉണ്ടായിരിക്കും. ഒലിഗോപ്പൊളിയിലെ ഒരു കേസാണ്, സ്പെഷ്യൽ കേസാണ് ഡ്യൂഓപ്പൊളി എന്ന് പറയുന്നത്. വാട്ട് ഡു യു മെൻ ബൈ അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇലാസ്റ്റിസിറ്റി മെഷറിംഗ് ദ എഫക്റ്റ് ഓഫ് ആൻ ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻ അഡ്വർടൈസിങ് ഓൺ എ മാർക്കറ്റ്. ഒരു മാർക്കറ്റിൽ അഡ്വർടൈസിങ് എഫക്റ്റ് കൊണ്ട് ഡിമാൻഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ആണ് എന്ത് പറയുന്നത്, അഡ്വർടൈസിങ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഷട്ട് ഡൗൺ പോയിന്റ്? ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആവറേജ് റവന്യൂവിന് തുല്യമാകുന്ന പോയിന്റിനെയാണ് ഷട്ട് ഡൗൺ പോയിന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെ ആവറേജ് വേരിയബിൾ കോസ്റ്റിന് താഴെ പ്രൈസ് പോവുകയാണെങ്കിൽ ഫേം പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. ദെൻ വാട്ട് യു മെൻ ബൈ WTO? വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ്, ഗ്ലോബൽ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ആണ്. ഡിഫറെൻറ്റ് നാഷൻസ് തമ്മിലുള്ള ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട റൂൾസ് ഒക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ഓർഗനൈസേഷൻ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ. വാട്ട് ഈസ് മാനേജറൽ? വൈ മാനേജറൽ എക്കണോമിക്സ് ഇസ് കോൾഡ് പ്രാഗ്മാറ്റിക്? എന്തുകൊണ്ടാണ് മാനേജറൽ എക്കണോമിക്സ് പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്? അതിൽ കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്, തിയറി ഓറിയൻറ്റഡ് അല്ല, എങ്ങനെ അത് പ്രാക്ടിക്കലി ഓരോ കാര്യങ്ങൾ ചെയ്യണം, ഡേ ടു ഡേ ഫങ്ഷനിങ്ങിലെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയതുകൊണ്ടാണ് അതിന് പ്രാഗ്മാറ്റിക് എന്ന് പറയുന്നത്. Then what is meant by collusive oligopoly? എന്താണ് collusive oligopoly എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ where the firms cooperate with each other rather than compete in setting the price and output. അതായത് ഒരു ഒലിഗോപ്പൊളി മാർക്കറ്റിൽ ഫേമുകൾ തമ്മിൽ പരസ്പരം മത്സരിക്കാതെ ഇവർ തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കുക, പ്രൈസ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യേണ്ട, പ്രൈസ് കൊണ്ട് ഒരു വാർ ഉണ്ടാക്കേണ്ട, നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് പ്രൊഡക്ട്സുകളുടെ പ്രൈസ് ഇത്ര വിലയ്ക്ക് കൊടുക്കാം മാർക്കറ്റിൽ, അത് ഓഫർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഫേമുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ് എന്ത് പറയുന്നത്, കൊലൂസീവ് ഒലിഗോപ്പൊളി എന്ന് പറയുന്നത്. അപ്പൊ ആ ഫേമുകൾ എന്ത് ചെയ്യും, അവരുടെ പ്രൈസ്, അതിൻ്റെ ഔട്ട്പുട്ട്, അതിൻ്റെ മാർക്കറ്റിൻ്റെ ഷെയർ, ഇതെല്ലാം അവർ തമ്മിലുള്ള ഒരു എഗ്രിമെന്റിലൂടെയാണ് അത് തീരുമാനിക്കപ്പെടുന്നത്. ഇത്രയാണ് നമ്മുടെ 15 മാർക്കിന് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പൊ 2022 ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 2021 ലിങ്ക് ഞാൻ നിങ്ങളുടെ ഈ ഒരു വീഡിയോയുടെ കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും. Then part B, answer all questions. Each question carries 5 marks. Explain the role of government in market economy. ഞാനിത് പോയിന്റ് ആയിട്ട് എഴുതിയിട്ടുള്ളൂ. ഒരിക്കലും 5 മാർക്സിന് നമ്മൾ എന്ത് ചെയ്യരുത്, പോയിന്റ് ഇത്ര എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 1 മാർക്കോ 2 മാർക്കോ കിട്ടും. അപ്പൊ അത് ചെയ്യരുത്. നമുക്ക് 5 മാർക്സ് നേടണമെങ്കിൽ do some explanation to all these points.
Explain the role of government in a market economy. To provide economy with a legal structure, protect the environment, protect the private property rights, provide infrastructure, provide public goods, and maintain competition and regular regulated private sector. In what always WTO implicated Indian economy? ഏതെല്ലാം രീതിയിലാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എക്കോണമിയിൽ ഇംപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒന്ന് റിഡക്ഷൻ ഓഫ് താരിഫ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് അത് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് എടുത്തിട്ടുണ്ട്. ട്രേഡ് റിലേറ്റഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ദെൻ അഗ്രികൾച്ചറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എഗ്രിമെന്റ്സ് ഉണ്ട്. സാനിറ്ററി ആൻഡ് സൈറ്റോ സാനിറ്ററി മെഷേഴ്സ് റിലേറ്റഡ് ആയ എഗ്രിമെന്റ്സ് ഉണ്ട്. മൾട്ടി ഫൈബർ എഗ്രിമെന്റ്, ഇതിനെ കുറിച്ചൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ് ഈ 17ാമത്തെ ക്വസ്റ്റ്യനിൽ ചെയ്യേണ്ടത്. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. പോയിന്റ്സ് മാത്രമേ ഉള്ളൂ ഞാൻ കൊടുത്തിട്ട്, പോയിന്റ്സ് മാത്രം കൊടുക്കരുത്, വിത്ത് എക്സ്പ്ലനേഷൻ കൊടുക്കണം. അനലൈസ് ആൻഡ് ഡിഫൈൻ ദ പ്രോബ്ലം ഓർ ഓപ്പർച്യൂണിറ്റി, determine objectives, develop alternatives, evaluate alternatives, choose the best alternative, implement the chosen alternative, then evaluate the result. Then why does demand curve slope downward? എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് ഡൗൺവേർഡ് ആയിട്ടുള്ളത് എന്ന്. അപ്പോൾ എന്താണ് കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി ആണ് ഒരു കാരണം. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്റ്റ് ഉള്ളതും എന്താണ് ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് ഡൗൺവേർഡ് ആവാൻ കാരണമാണ്. ഇൻകം എഫക്റ്റ് കാരണമാണ്. ന്യൂ ബയേഴ്സ് കാരണമാണ്. പിന്നെ ഓൾഡ് ബയേഴ്സ് ഉണ്ട്. Then explain the responsibilities of managerial economist. Managerial economist responsibilities: understand the objectives of the business, to bring a reasonable profit to the company, to make accurate forecast, prepare speeches for business executives, earn full status in the business team, provide economic intelligence service, maintain and establish contacts with the individuals, and state the features of Indian economy. ഇന്ത്യൻ എക്കോണമിയുടെ ഫീച്ചേഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് പെർ ക്യാപിറ്റ ഇൻകം കുറവാണ്. ഇതൊക്കെ പോയിന്റ്സ് ആണ് മക്കളെ. ഇത് എന്ത് ചെയ്യണം, വിത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തിരിക്കണം. റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ, അൺഎംപ്ലോയ്മെന്റ് ആൻഡ് അണ്ടർ എംപ്ലോയ്മെന്റ്, എക്സസീവ് ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ, ലോ പ്രൊഡക്ടിവിറ്റി, ഡെഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, സർവീസ് ഡ്രൈവൺ എക്കോണമിയാണ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്നത്. അതായത് കൂടുതൽ എന്താ പറയുക, ഗുഡ്സ് ഓറിയന്റഡ് അല്ല, പ്രൊഡക്ട്സിനല്ല കൂടുതലായിട്ട്. നമ്മൾ ഇവിടെ സർവീസ് സെക്ടർ ആണ് കൂടുതലായിട്ടുള്ളത്. ഹയർ പോവേർട്ടി ആണ്. പിന്നെ നമ്മുടെ ഇൻകം ഇനിക്വാലിറ്റി, എല്ലാവരും എന്താ പറയല്ല ഒരുപോലതല്ല, ഒരുപാട് തരത്തില്. അതായത് സോഷ്യൽ ക്ലാസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ലോവർ ഇൻകം ഗ്രൂപ്പും മിഡിൽ ഇൻകം ഗ്രൂപ്പും ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവുക. ഹയർ ഇൻകം ഗ്രൂപ്പ് കുറവാണ്, പക്ഷെ അവരുടെ അടുത്താണ് കൂടുതൽ ഉള്ള ആ ഒരു സമ്പത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. പിന്നെ ടെക്നോളജിക്കൽ ബാക്ക്വേർഡ്നെസ് ഉണ്ട്. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് ദി നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീഷനും മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും തമ്മിലുള്ള ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ട്. ലാർജ് നമ്പർ ഓഫ് ഫേംസ് പെർഫെക്റ്റിനുണ്ടായിരിക്കും. ഇവിടെ ഫെയർലി ലാർജ് നമ്പർ ഓഫ്, ഇത്ര അധികം കണ്ടിട്ടുണ്ടാവില്ല. ഇവിടെ ഹോമോജീനിയസ് പ്രൊഡക്റ്റ് ആണ്. ഇവിടെ വെറൈറ്റി പ്രൊഡക്ട്സ്, ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് ആയിരിക്കും. ഡിമാൻഡ് കർവ് ഹൊറിസോണ്ടൽ ആയിരിക്കും. ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് ആയിരിക്കും ഇവിടെ ഉണ്ടാവുന്നത്. പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് കർവാണ് ഉണ്ടാവുന്നത്. ഇവര് പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഉണ്ടാകുന്നത്. ഇവിടെ പ്രൈസ് മേക്കേഴ്സ് ആട്ടോ. ഇവിടെ ഇതൊരു റിയലിസ്റ്റിക് അല്ല. ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഇവര് പ്രൈസ് ടേക്കേഴ്സ് ആണ്. മാർക്കറ്റിൽ എന്ത് പ്രൈസ്, അതായത് ആരാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് ടേക്കേഴ്സ് ആണ്. ഇവരെന്താണ്, പ്രൈസ് മേക്കേഴ്സ് ആണ് പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ റിയലിസ്റ്റിക് സിറ്റുവേഷൻ അല്ല. ശരിക്കും പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു തിയറിറ്റിക്കൽ വ്യൂ ആണ്. പക്ഷെ മോണോപോളിസ്റ്റിക് എന്ന് പറയുന്നത് എന്താണ്, അത് റിയൽ ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ എൻട്രി ആൻഡ് എക്സിസ്റ്റ്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ നിന്ന് നമുക്ക് പോവാനും വരാനൊക്കെ വളരെ എളുപ്പമാണ്. പക്ഷേ മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനിൽ ഈ എൻട്രി ആൻഡ് എക്സിസ്റ്റ് എന്താണ്, കമ്പാരിറ്റീവ്ലി അത്ര ഈസി അല്ല. ദെൻ ഇവിടെ യൂണിഫോം പ്രൈസസ് ആണ് ചാർജ് ചെയ്യുന്നത്. ഇവിടെ യൂണിഫോം പ്രൈസസ് അല്ല.
ഇവിടെ ഹോമോജീനിയസ് പ്രൊഡക്ട്സ് ആണ്, ഇവിടെ ഡിഫറൻഷിയേറ്റഡ് പ്രൊഡക്ട്സ് ആണ്. ഇവിടെ പെർഫെക്റ്റ് ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്, ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ്. ഇവിടെ എന്താ വരുന്നത്? ഹൈ ഇലാസ്റ്റിക് ഡിമാൻഡ് ആണ് വരുന്നത് കേട്ടോ. അടുത്തത്, അപ്പോൾ ഡിഫറൻസ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ഒന്ന് ഇതിനെ കുറിച്ച് എന്താണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് എഴുതി വെക്കുക. അതേപോലെ ഏത് കോമ്പറ്റീഷനും എഴുതി വെക്കുക, മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷനും എഴുതി വെക്കുക. പിന്നെ അതുപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, സ്ലോപ്പ് ഡൗൺവേർഡ് ആണ്. ഡിമാൻഡ് കർവിന്റെ സ്ലോപ്പ് ഇതിവിടെ കൊടുക്കാൻ വിട്ടുപോയതാണ്. ഡൗൺവേർഡ് സ്ലോപ്പ് ടൈപ്പ് ചെയ്തപ്പോൾ ഡിമാൻഡ് കർവ്, ഡൗൺവേർഡ് സ്ലോപ്പ് ഡിമാൻഡ് കർവ് ആണ് ഇതിൽ ഉണ്ടായിരിക്കുക. ഡൗൺവേർഡ് സ്ലോപ്പ് ഡിമാൻഡ് കർവ്. ഇത് അപ്പൊ ആദ്യം പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ്, അതേപോലെ എന്ത് എഴുതിയ മോണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ എന്താണെന്ന് എഴുതി വെക്കാം. അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ ഇതേപോലെ കോളംസ് ഒക്കെ വരച്ചിട്ട് ചെയ്യുക കേട്ടോ. ദെൻ അടുത്തത് റൈറ്റ് എ നോട്ട് ഓൺ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആക്ട്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി എന്താണെന്ന് എഴുതുക. പിന്നെ അതിൽ അണ്ടറിൽ വരുന്ന 7 ടൈപ്സ് ഓഫ് റൈറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് എഴുതുക. പിന്നെ 2 തരത്തിലുള്ള എഗ്രിമെന്റ്സുകളാണ്. അതിന് പ്രധാനമായിട്ടും പാരീസ് കൺവെൻഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി 1883 ബെർണെ കൺവെൻഷൻ ഫോർ ദി പ്രൊട്ടക്ഷൻ ഓഫ് ദി ലിറ്റററി ആൻഡ് ആർട്ടിസ്റ്റിക്സ് വർക്ക്സ് 1886. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ പറയാം കേട്ടോ. അപ്പൊ ഇതിൽ എന്തെല്ലാം തരത്തിലുള്ള കാര്യങ്ങളാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിൽ പേറ്റന്റ്സ്, കോപ്പി റൈറ്റ്സ്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ റൈറ്റ്സ്, ട്രേഡ് മാർക്സ്, പ്ലാന്റ് വെറൈറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അതിലേക്ക് എഴുതാൻ. ദെൻ അടുത്തത്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അടുത്തത് essay ക്വസ്റ്റ്യൻ ആണ്. ഡിസ്കസ് ദ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഓഫ് ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ആണ്. അത് ആകെ 10 പോയിന്റ് ഒറ്റേ ഉള്ളൂ, 10ഓ 12ഓ പോയിന്റ് ഉള്ളൂ. ദയവ് ചെയ്ത് അത് 10 മാർക്കിന് എഴുതി വെക്കേണ്ട. ഫസ്റ്റ് എന്താണ് പോവർട്ടി, അങ്ങനെയുള്ള ആ ഒരു ചാപ്റ്റർ തന്നെ നമുക്ക് ആ ഭാഗമൊക്കെ എന്താ പറയാ, ഓരോ അതായത് ഇൻഫ്ലേഷനെ കുറിച്ചുണ്ട്, പോവർട്ടിയെ കുറിച്ചുണ്ട്, അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചുണ്ട്. ആ ഭാഗത്തുനിന്ന് ഒരു എസ്സേ ഉറപ്പാട്ടോ. അപ്പൊ പോവർട്ടി എന്താണെന്നുള്ളത് എഴുതുക. പിന്നെ ടൈപ്സ് ഓഫ് പോവർട്ടിനെ കുറിച്ചിട്ടും കോസസ് ഓഫ് പോവർട്ടിനെ കുറിച്ചിട്ടും ഒക്കെ കുറച്ച് കാര്യങ്ങൾ എഴുതുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞിട്ടുള്ള പോവർട്ടി അലിവേഷൻ പ്രോഗ്രാംസ് ഒരു 10-11 പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ലാൻഡ് റിഫോംസ്, എക്സ്പെൻഷൻ ഓഫ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്മോൾ ഫാമേഴ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഏജൻസി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. ട്രൈസം പ്ലാനിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സെൽഫ് എംപ്ലോയ്മെന്റ് ടു എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് യൂത്തിന് കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ദിരാ ആവാസ് യോജനയുണ്ട്, സ്വരൺ ജ്യോതി ഗ്രാം സ്വരോസ്കർ യോജന. അങ്ങനെ ഡിഫറെന്റ് പ്രോഗ്രാംസുകൾ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ പറയാം. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയുണ്ട്, നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം ഉണ്ട്, പിന്നെ സ്വർണ്ണ ജയന്തി ഷഹാരി റോസ്ഗർ യോജന, അതായത് ഗെയിൻഫുൾ എംപ്ലോയ്മെന്റ് ടു അർബൻ എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ് പുവർ, അങ്ങനെയുള്ള കുറേ പ്രോഗ്രാംസുകൾ ഉണ്ട്. അപ്പൊ ഈ പ്രോഗ്രാംസ് 10-11 മാത്രമേ ഉള്ളൂ. ഇത് എഴുതിയാൽ നമുക്കൊരു എസ്സേക്കുള്ള കണ്ടന്റ് ഉണ്ടാവില്ല. അപ്പൊ എന്ത് ചെയ്തിരിക്കണം, പോവർട്ടിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി വെക്കുക കേട്ടോ. ദെൻ അടുത്തത് ചോദിച്ചിട്ടുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡും അതിന്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസും ആണ് ബിസിനസ്സിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്താണെന്ന് എഴുതി വെക്കുക, ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റിയെ കുറിച്ചൊക്കെ എഴുതി വെക്കുക. പിന്നെ അതിന്റെ പ്രാക്ടിക്കൽ ഇമ്പോർട്ടൻസ് എന്തെല്ലാം കാര്യങ്ങൾ എഴുതാൻ പറ്റും, പ്രൈസ്, പിന്നെ ഇൻകം ഓഫ് ദി കൺസ്യൂമർ, പ്രൈസ് ഡിറ്റർമിനേഷനെ കുറിച്ച്, മോണോപ്പൊളിയെ കുറിച്ച്, ഗവൺമെന്റിന് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളത്, പ്രൈസ് ഡിസ്ക്രിമിനേഷൻ സഹായിക്കും, പിന്നെ ഓരോ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എത്ര ഷെയറിൽ കൊണ്ടുവരണം എന്നുള്ളത് ഇന്റർനാഷണൽ ട്രേഡിൽ ഹെൽപ്ഫുൾ ആണ്. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്.
അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ദെൻ റൈറ്റ് ആൻ എസ്സേ ഓൺ ഇന്ത്യസ് ട്രേഡ് റിഫോംസ്. ഇന്ത്യയുടെ ട്രേഡ് റിഫോംസിനെ കുറിച്ചിട്ട് ഒരു എസ്സേ ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ലിബറലൈസേഷൻ ഓഫ് എക്സ്പോർട്സും ഇമ്പോർട്ട്സും ലിബറലൈസ് ചെയ്ത കാര്യം നിങ്ങൾ എന്ത് ചെയ്യണം, അതിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിരിക്കണം. പിന്നെ കൂടാതെ മോണോപ്പൊളി മാർക്കറ്റ് സിറ്റുവേഷനെ കുറിച്ച്, അവിടെ വൺ സെല്ലർ അല്ലെങ്കിൽ സിംഗിൾ അതല്ലല്ലോ നമ്മൾ പറയുന്നത്. ദെൻ റാഷണലൈസേഷൻ ഓഫ് താരിഫ്സിനെ കുറിച്ചിട്ട്, പിന്നെ ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്, ഡീവാലുവേഷൻ ആൻഡ് ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റിനെ കുറിച്ച് പറയണം. ട്രേഡിംഗ് ഹൗസസ്, സ്പെഷ്യൽ എക്കണോമിക് സോണിനെ കുറിച്ച് പറയണം. അഗ്രികൾച്ചർ എക്സ്പോർട്ട് സോണുകളുണ്ട്. സർവീസ് എക്സ്പോർട്ടിനെ ഫോക്കസ് ചെയ്ത കാര്യങ്ങൾ പറയണം. പിന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള കൺസെഷൻസ് ആൻഡ് എക്സംഷൻസ്, ഇതൊക്കെയാണ് ഇന്ത്യസിന്റെ ട്രേഡ് റിഫോംസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് മൊണോപ്പൊളി ആൻഡ് എക്സ്പ്ലെയിൻ ദ പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ഡിറ്റർമിനേഷൻ അണ്ടർ മൊണോപ്പൊളി. അപ്പൊ മൊണോപ്പൊളി എന്താന്ന് എഴുതി വെക്കുന്നു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപ്പൊളി. പ്രൈസ് ഡിറ്റർമിനേഷൻ അണ്ടർ മോണോപ്പൊളിയിൽ എങ്ങനെയാണ് പ്രൈസ്, അപ്പൊ നമുക്ക് ഷോർട്ട് റണ്ണും ലോങ് റണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ, വിത്ത് കേർവ്സ് സഹിതം നമുക്കത് വിശദീകരിക്കാൻ പറ്റും. അപ്പൊ ഷോർട്ട് റണ്ണിൽ തന്നെ 3 തരത്തിലുള്ള ഗ്രാഫ് മോണോപ്പൊളിയിലുണ്ട്. ഇതാണ് ആ ഒരു ഗ്രാഫ് വരുന്നത്. അതിൽ അബ്നോർമൽ സൂപ്പർ പ്രോഫിറ്റ് നേടുന്നത്, നോർമൽ പ്രോഫിറ്റ് നേടുന്നത്, ലോസ് നേടുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഗ്രാഫുകളുണ്ട്. നന്നായിട്ട് പഠിക്കുക. മോണോപ്പൊളി പഠിക്കുക, മോണോപ്പൊളിസ്റ്റിക് പഠിക്കുക, ഒലിഗോപ്പൊളി, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എസ്സേക്ക് വരും കേട്ടോ. പിന്നെ അതേപോലെ ഇതിന്റെ ലോങ് റൺ, ഇക്വിലിബ്രിയം അണ്ടർ മോണോപ്പൊളി, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ അടങ്ങിയിട്ടുള്ളത്. നന്നായിട്ട് പഠിക്കാം. നന്നായിട്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചാൻസ് തന്നെ നമുക്ക് നല്ല മാർക്കോട് കൂടിയിട്ട് പാസ്സാവാൻ പറ്റുന്ന രീതിയിൽ നന്നായിട്ട് പഠിച്ച് എക്സാം എഴുതാം. എല്ലാവർക്കും നല്ല വിജയം നേരുന്നു.